ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്ന് നിൽക്കണേ. ആ ആ നിർത്ത് അങ്ങോട്ട് നീക്കി നിർത്ത്. അവൻ്റെ അനിയത്തി കുഞ്ഞമ്മേ അങ്ങോട്ട്. ആ ആ നിർത്തിക്കേ ഇങ്ങോട്ട് വാ. നടന്നേ സാറേ, വെള്ളം തോന്നുന്നുണ്ട്. എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം. ഇന്നലെ വൈകിട്ട് എടുത്തു. നമസ്കാരം സാറേ, സുഖല്ലേ? കാക്കിയില്ലല്ലോ സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അപ്പനെ വരച്ചിട്ട് ആളാന്നോടാ. അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ പാപ്പച്ചനായിരുന്നു. ആ കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ ഇവനെ ഞങ്ങൾ വിട്ടാരെ വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ പാവങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോടെ പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എൻ്റെ പെണ്ണുപിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്ന് ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ഈ പാട്ടിട്ട് വിടാം. 24 ലൈസൻസ് കൊണ്ട് വരും. അപ്പൊ കൊടുത്തു വിട്ടാൽ മതി. കുരിച്ചിട്ടു എന്നാ കൊച്ചിനെ വിളിച്ചോ. മോളെ ആ ചായ ആയിട്ടിങ്ങ് പോരെ. അങ്ങോട്ട് കൊടുക്കും മോളെ. ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ. PSC വഴി ആദ്യം. അതെ, PCയാ. ഈനോടെ ഒരു ഭാഗ്യേ. ഇനി പോലീസ് ജീപ്പി ടൂറിന് പോവാണല്ലോ. എടി നല്ല സിമ്പിളും ചെക്കനല്ലേ? എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം. ഒരു കൊപ്പത്തലയും പോലീസും കണ്ടേച്ചാലും മതി. കാക്കിയിട്ടവർ എനിക്ക് പണ്ടേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുറത്ത് കൊണ്ടേ. എടി ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. കാര്യമാക്കണ്ട, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. പൈതലല്ലേ അല്ലേ? എനിക്ക് വേറൊരു പെണ്ണ് കാണലിലൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ടാണേ. അതെ, ആദ്യമായിട്ടാ. എത്ര പോയി? നല്ല കൂട്ടുകാര് പോലീസിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. അമ്മ അങ്ങനെ കെട്ടായിരുന്ന നന്നായി. ആർക്ക് നന്നായി? അവന്, അല്ലാണ്ട് ആർക്ക്? അയ്യോ അമ്മേ, നോക്കി ഫോട്ടോ. ചാച്ചാ വണ്ടി എടുത്തേ. എന്തിന്? ആഹാ, അങ്ങനെയാ പഠിക്കുന്ന പിള്ളേര്. അല്ലാതെ നിന്നെ പോലെ 3 പൊട്ടിയവരല്ല. അവരൊക്കെ പഠിക്കാനാ പോകുന്നു. അതെന്റെ ഫോട്ടോ അമ്മേ. അത് ശരി, തോറ്റവർക്ക് ഫ്ലെക്സ് വെക്കോ? അയ്യോ അമ്മ, ചാച്ചാ അതെന്റെ ഫോട്ടോയിൽ ഇങ്ങനെ 10A+. ഈശോയെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ മോള് നല്ല അന്തസ്സായി തോറ്റതാണല്ലോ. ആ ഫോൺ എടുക്ക്. ആ ലൗഡ് സ്പീക്കറിലോട്ട്. ഹലോ ഹലോ, ആരാണെങ്കിലും വേറെ വണ്ടി വിളിച്ചു. ഞാൻ ബിസിയാ. കവലെ കണ്ടില്ലേ? കണ്ടില്ലേന്ന് ഫ്ലെക്സ് ഫ്ലെക്സ്. അത് കണ്ടു. ആ എന്നാടാ? മറ്റേ ഫുൾ A+ന്റെ ഫ്ലെക്സ്. അത് ഞാനാ ഫോട്ടോ കൊടുത്തത്. ആ ഓക്കെ, സവാഷ്. പിന്നെ വായനശാലക്കാരൊക്കെ ആദരിക്കണമെന്ന് പറയണ്ട. റിയലി വെരി ഗുഡ് വെരി ഗുഡ്. നീ എവിടെ? ഞാനിവിടെ ഗ്രൗണ്ടിലുണ്ട്. ആ നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എവിടെയും പോവല്ലേ? എന്താ വല്ല ഓട്ടോ ആണോ? മിക്കവാറും വേണ്ടി വരും.